നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. നിശബ്ദ പ്രചാരണ ദിനമായെന്ന് അവസാനവട്ടം വോട്ട് ഉറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ശ്രീങ്കുപുരം പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. തൃശൂർ പൂരത്തിനിടയിൽ വിദേശ വനിതയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് വിദേശ വനിത ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത വിദേശ വനിത തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വീഡിയോയിലൂടെയാണ് തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ആളൂർ കച്ചേരിപ്പടിയിൽ സുഹൃത്തിനെ മൊബൈലിൽ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത വിരോധത്താൽ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ 2 പേർ അറസ്റ്റിൽ. താണശ്ശേരി പുത്തൻപുരയ്ക്കൽ അക്ഷയ്, കടുപ്പശ്ശേരി നെടുപ്പുരയ്ക്കൽ ക്രിസ്റ്റോ എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാത നെല്ലായിൽ ലോറി മറിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും മൂവാറ്റുപുഴയിലേക്ക് തീറ്റപ്പുല്ല് കൊണ്ടുപോയ ലോറിയാണ് തൂപ്പൻകാവ് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വ്യാഴാഴ്ച രാവിലെ 6 മണിക്കായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. യുവ ചലച്ചിത്ര സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണയ്ക്ക് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക സംഘടിപ്പിച്ച മോഹനം ചലച്ചിത്രോത്സവം സമാപിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്തും ഗ്രാമികയും ചേർന്നൊരുക്കുന്ന ദേശക്കാഴ്ച കലാ സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. തൃശൂർ പൂരത്തിലെ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല പരിശോധന ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് സർക്കാർ വിശദീകരണം നൽകേണ്ടത്. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടി ഒരുക്കിയ സംഗീതരാവ് പ്രശസ്ത തബല വിദ്വാൻ അച്യുതൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷനായി. ചോല ആർട്സ് ഗ്യാലറിയിൽ നടന്ന ഹിന്ദുസ്ഥാനി സിത്താർ കച്ചേരി അവതരിപ്പിച്ചത് ഇന്ത്യയിലെ പ്രശസ്ത സിത്താറിസ്റ്റ് പണ്ഡിറ്റ് രവീന്ദ്ര ഗോസ്വാമിയായിരുന്നു. വനം വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ചാലക്കുടി റേഞ്ചിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചാലക്കുടി നഗരസഭ ആരോഗ്യ വിഭാഗം എന്നിവയുടെ സഹകരണത്തോടെ ലോക ഭൗമദിനാചരണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പരിപാടി നടത്തി. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഊട്ടുപന്തലിന്റെ കാൽനാട്ടുകർമ്മം നടത്തി. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 14-നാണ് ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.